അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. തുടർച്ചയായിട്ട് നമ്മൾ ഗ്രേസ് ടി വിയിലൂടെ യേശു ക്രിസ്തുവിനോടൊപ്പം എന്നുള്ള ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള അവസരമാണ്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരും, ഇപ്പോൾ കാണുന്നവരും, ഇനിയും മറ്റുള്ള ആളുകൾ കാണത്തക്കവണ്ണം സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് ഫോർവേഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരും, എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മൾ കൂട്ടായിട്ട് ചെയ്യുന്ന ഒരു ആത്മീയ ശുശ്രൂഷയായിട്ടാണ് ഇരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹത്തോട് ഒരുമിച്ച് നമ്മൾ എല്ലാവരും ചേർന്ന് ഈ മഹത്വമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള അവസരമാണ്. നമ്മൾ ഇതുവരെയും പറഞ്ഞു വന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്ര രേഖകൾ വേദപുസ്തകമല്ലാതെ ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. റോമിൻ്റെ ശബ്ദമായിട്ടുള്ള വെർജിൻ എന്ന് പറയുന്ന, റോമിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ റോമിൻ്റെ ചരിത്രകാരനായിട്ടുള്ള വെർജിൻ ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെടുത്തി അദ്ദേഹം ഇങ്ങനെ എഴുതി, പുതിയൊരു മാനവികതയുടെ ആഗ്രഹം മനുഷ്യജാതിക്ക് ഉണ്ടായിരുന്നു. ഒരു മാനവികത, കാരണം ഒരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ലോകത്തിൽ ഉണ്ടാകണമെന്നൊരു പ്രതീക്ഷ മനുഷ്യർക്ക്, ആകമാനമുള്ള മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മുതൽ തന്നെ ഉണ്ടായിരുന്നു. എന്താ പറയുന്ന, ഒരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു മനുഷ്യനെ, ഒരു പൂർണ്ണ മനുഷ്യനെ കാണുവാനുള്ള വ്യഗ്രത ഇങ്ങനെ മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, സമൂഹത്തിൽ മൊത്തം ഉണ്ടായിരുന്നു. ഒരു പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ മനുഷ്യനെ കാണുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഒരു യാഥാർത്ഥ്യം. ഡയോജിനിയസ് എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ചിന്തകനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഏതൻസ് എന്ന് പറയുന്ന, അഥേന എന്ന് പറയുന്ന ആ പട്ടണത്തിൽ സോക്രട്ടീസിൻ്റെ, അരിസ്റ്റോട്ടിലിൻ്റെ, പ്ലേറ്റോയുടെ, പൈഥാഗറസിൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഡയോജിനിയസ് എന്ന് പറയുന്ന ചിന്തകൻ. അദ്ദേഹം ഒരു ദിവസം നട്ടാപ്പകല് ഇങ്ങനെ അഥേന ടൗണിലൂടെ ഇങ്ങനെ ചിന്തകന്മാരുടെ, ജ്ഞാനികളുടെ ആ പട്ടണത്തിലൂടെ അദ്ദേഹം മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് പിടിച്ചുകൊണ്ട് ഓരോരുത്തരുടെ മുഖത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചുകൊണ്ട്, നട്ടാപ്പകലെന്ന് ഓർക്കണം, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, ചിന്തക എന്താ താങ്കൾ ഈ കാണിക്കുന്നു? ചിന്തക താങ്കൾ എന്തായി കാണിക്കുന്നു? ഉടനെ അദ്ദേഹം പറഞ്ഞെന്നാ പറയുന്നത്, ഞാനൊരു പരിപൂർണനായ ഒരു മനുഷ്യനെ നോക്കുകയാണ്, അങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ എല്ലാം നോക്കിയിട്ട് ഒരു മനുഷ്യനെ കണ്ടില്ലെന്ന് പറഞ്ഞു. ഒരു പരിപൂർണനായ, ഒരു പൂർണ്ണനായ ഒരു മനുഷ്യൻ. പൂർണ്ണനായ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളേവരും മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ വിശ്വപൗരന്മാരായിട്ടുള്ള ആളുകൾ, പൂർണ്ണനായ വ്യക്തിത്വം ക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വാമി വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹം പറഞ്ഞത്, യേശുവിൻ്റെ കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ കണ്ണുനീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ രക്തം കൊണ്ട് അങ്ങയുടെ പാദപീഠം പൂശമായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ക്രൈസ്റ്റ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട്. ടോൾസ്റ്റോയ് എന്ന് പറയുന്ന വിശ്വ സാഹിത്യകാരൻ പരിപൂർണ വ്യക്തിത്വമുള്ള ഏക വ്യക്തിത്വം ക്രിസ്തുവാണെന്ന് എഴുതിയിട്ടുണ്ട്. ഈ പരിപൂർണ മനുഷ്യനെന്ന് പറയുന്ന, പൂർണ്ണ മനുഷ്യനെന്ന് പറയുന്ന ആ മനുഷ്യൻ ക്രിസ്തു അല്ലാതെ ഒരാള്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായ, അങ്ങനെ വേണം പറയാം. എച്ച് ഹോമ എന്ന് പറയുന്ന ചില വാക്കുകൾ പീലാത്തോസിൻ്റെ അരമനയിൽ പറഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പീലാത്തോസിൻ്റെ അരമനയിൽ പീലാത്തോസ് ഇങ്ങനെ നിൽക്കുകയാണ്. ജനങ്ങളെല്ലാവരും, യഹൂദന്മാരും എല്ലാവരും ചേർന്ന് അവനെ ക്രൂശിക്കുക, ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് ആർത്തട്ടഹസിക്കുമ്പോൾ പീലാത്തോസ് എന്ന് പറയുന്ന ആ ന്യായാധിപതി, ആ ഗവർണർ, യഹൂദിലെ ഗവർണർ, അന്നത്തെ ഗവർണർ, തന്നാണ്ട് ഗവർണർ, നമ്മുടെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയത്തക്കോണമുള്ള ആള്, അദ്ദേഹം കൽത്തളത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിനെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ജനങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വിശ്വപ്രസിദ്ധമായ വാക്കുകളാണ്. യോഹന്നാന്റെ സുവിശേഷം 19-5 ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ മനുഷ്യൻ,
ഒരു പൂർണ്ണ ദൈവം ആയ യേശു കർത്താവ് ഈ ലോകത്തിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ, സുട്ടോണിയസ് പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ടാസിറ്റസ് പറഞ്ഞതുപോലെ, വെർജിൻ പറഞ്ഞതുപോലെ, യോസീഫസ് പറഞ്ഞതുപോലെ, അതിനേക്കാളുപരിയായി മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ കാണുന്നത് പോലെ, ലേഖനങ്ങളിൽ കാണുന്നത് പോലെ ക്രിസ്തു ഇങ്ങനെ ജനിച്ചു. യേശുക്രിസ്തുവിനോട് ഒരു ചിന്ത ഞാൻ പറയാൻ പോവുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിനോട് ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പ്രതികരിക്കാതെ ലോകത്തിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കുകയില്ല, ചലിക്കാൻ സാധിക്കുകയില്ല. ഞാൻ എൻ്റെ തെളിവ് പറയാം. 2026 ഈ ദിവസമെന്ന് നമ്മൾ ടെലിവിഷനിൽ കാണുമ്പോൾ, നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ, പത്രം വായിക്കുമ്പോൾ, ഈ ദിവസം എന്ന് പറയുന്ന ദിവസം എങ്ങനെ എഴുതിയത്? അത് യേശുവിനോടുള്ള ഒരു സാധാരണ പ്രതികരണമില്ലാതെ ആർക്കും എങ്ങും ഒരു ആശയം പറയാം. യേശുവിനോടുള്ള സാധാരണ ഒരു പ്രതികരണമില്ലാതെ ലോകത്തിൽ ഒരു മനുഷ്യനും, നിങ്ങൾക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ഡേറ്റ് ഇല്ലേ? നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡേറ്റ് ഇല്ലേ? നിങ്ങളുടെ വാഹനം ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഡേറ്റ് ഇല്ലേ? നിങ്ങളുടെ വസ്തു ആധാരം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡേറ്റ് ഇല്ലേ? ആ ഡേറ്റ് എന്താണ് വിളിച്ചറിയിക്കുന്നത്? പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനു ശേഷമുള്ള ഈ ദിവസമെന്ന് പറയുന്ന, ക്രിസ്തു വർഷമെന്ന് പറയുന്ന ഈ ദിവസം അടയാളപ്പെടുത്തുകയാണ്. താങ്കൾ അടയാളപ്പെടുത്തുകയാണ്, നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത് സാമാന്യ പ്രതികരണമെന്ന് പറയാം. അത് അമേരിക്കൻ പ്രസിഡന്റ് മുതൽ സോമാലിയയിൽ തെരുവീതിയിലുള്ളൊരു ബാലൻ വരെ അടയാളപ്പെടുത്താതെ, ക്രിസ്തു വർഷം അടയാളപ്പെടുത്താതെ ഒരു ദിവസം നമുക്ക് ചിന്തിക്കുവാനോ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കാനോ ഒരു രജിസ്റ്റർ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അത് സാധാരണ പ്രതികരണമാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണം. അതിന് ടെസ്റ്റായിട്ട് ഞാനിവിടെ വായിപ്പാൻ ആഗ്രഹിക്കുന്നത്, സമയത്തിന് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല എങ്കിലും ഈ ഇന്നത്തെ ചിന്താ വിഷയമായിട്ട് മത്തായി ശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ചിന്തയ്ക്ക് വേണ്ടി, വിചിന്തനത്തിന് വേണ്ടി, ചർച്ചയ്ക്ക് വേണ്ടി, അത് ധ്യാനിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. മത്തായി ശേഷം 2-ാം അധ്യായത്തിന് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പല പ്രതികരണങ്ങൾ കാണുന്നു. ഒന്നാമത് സാധാരണ പ്രതികരണം എന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്ന ഒരു പ്രതികരണമാണ്. ക്രിസ്തു ജനിച്ചത് മുതൽ ഈ ദിവസം വരെ അങ്ങനെ ഒരു പ്രതികരണം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു. ലോകത്തിൽ ഏത് മുക്കിലും കോണിലുമുള്ള സകല മനുഷ്യരും ഇതിനോട് സാധാരണ പ്രതികരണമാണ്, പ്രതികരിക്കാതൊക്കത്തില്ല. പിന്നെ ഈ മത്തായി ശേഷം 2-ാം അധ്യായത്തിൽ വിദ്വാൻമാരുടെ പ്രതികരണം കാണുന്നുണ്ട്, ഹേരോദാവിൻ്റെ പ്രതികരണം കാണുന്നുണ്ട്, മഹാപുരോഹിതന്മാരുടെയും പിന്നെന്തുവാ ശാസ്ത്രിമാരുടെയും പ്രതികരണങ്ങളൊക്കെ. നമുക്ക് ആ ഭാഗത്തോട് ഇങ്ങനെ പോകാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിദ്വാൻമാരുടെ പ്രതികരണം ആദ്യം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം അവരുടെ പ്രതികരണം തന്നെ അവസാനം പറയാം. അവരെ വാനശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്നാണ് ചിന്തകന്മാർ. മാഗീസ് എന്ന് പറയുന്ന വാന നിരീക്ഷകരായിരുന്നു. വാനത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദാവീദിന്റെ ഉദയനക്ഷത്രം എന്ന് പറയുന്ന ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തിൽ ഒരു അടയാളപ്പെടുത്തൽ എന്ന പോലെ, അങ്ങനെ പറയട്ടെ, ഞാൻ സൂക്ഷിച്ച് പറയണം, പ്രപഞ്ചത്തിൽ ഒരു അടയാളപ്പെടുത്തൽ എന്നതുപോലെ കിഴക്ക് നക്ഷത്രം കണ്ടുവെന്നാണ് പറയുന്നത്. വാനശാസ്ത്രജ്ഞന്മാർക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി, ഒരു ഒരു ശിശു ജനിച്ചിരിക്കാം എന്നൊരു ഉൾക്കാമ്പ്, ഒരു ഉൾചിന്ത, ഒരു ദർശനം, കാഴ്ചപ്പാട് അവർക്ക് ലഭിച്ചു. അവരങ്ങനെ വരികയാണ്. അതിനെ മാതൃഭൂമിയിൽ എഡിറ്ററായിരുന്ന മഹാനായ ഡോക്ടർ KP കേശവമേനോൻ എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകം എൻ്റെ ലൈബ്രറി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഐ റെക്കമെൻഡ് എല്ലാവരും ആ പുസ്തകങ്ങളൊന്ന് വായിക്കണം. ഏറ്റവും വായനതയുള്ള, ഒരു വർഷം ഏറ്റവും വായനയുള്ള ഒരു പുസ്തകമായിരുന്നു. മഹാനായ ഡോക്ടർ KP കേശവൻ എഴുതിയ, മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്ന അദ്ദേഹം എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥത്തിൽ
അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഒരു പക്ഷെങ്കിൽ ഇന്ത്യയിൽ നിന്നായിരിക്കാം ഈ വിദ്വാൻമാർ വന്നെന്നായിരിക്കാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ ചില ചിന്തകന്മാർ പറയുന്നത് 3 വിദ്വാൻമാർ വന്ന് 3 ദിക്കിൽ നിന്ന് വന്നെന്നാണ്. 3 ദിക്കിൽ നിന്ന് വന്നു. അതൊരു ചിന്തയായിട്ടിരിക്കട്ടെ. 3 ദിക്കിൽ നിന്ന് വന്നാൽ, എവിടുന്ന് വന്നാലും ഒരു ഫോക്കസിലായിത്തീരുന്ന, യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട ഒരു ഫോക്കസിലായിത്തീരുന്ന, നമ്മളെല്ലാവരും ഇന്ന് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഇത് ഫോർവേഡ് ചെയ്ത് പല ആളുകൾ പിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും, നമ്മളെല്ലാവരും ഏക ചിന്തയിൽ, ഏകഭാവത്തിൽ, ഏക മനോഭാവത്തിൽ ഇരിക്കുന്നതിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം, കർത്താവിന് ഹല്ലേലൂയ ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു വാക്യബോർഡ് അങ്ങ് കാണിക്കാം. കണ്ടോ? യേശു താങ്കളെ സ്നേഹിക്കുന്നു, യേശു താങ്കളെ സ്നേഹിക്കുന്നു, യേശു താങ്കളെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെ സ്നേഹിച്ചു. ഈ ലോകത്തിൽ വന്ന അവസരത്തിൽ വിദ്വാൻമാര് ഇങ്ങനെ വരികയാണ്. അവർ വരുന്നതിനെ കുറിച്ച് പറയുന്നത്, മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ അവരിങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. താഴ്വരകൾ താണ്ടി, മലകൾ താണ്ടി, പർവ്വതങ്ങൾ താണ്ടി, മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ, ചുട്ടുപഴുത്ത മണൽത്തരകളിലൂടെ പാദങ്ങൾ സ്പർശിച്ചുകൊണ്ട്, നദീതീരങ്ങളിലൂടെ, ആറ്റുതീരങ്ങളിലൂടെ, സമുദ്രത്തിന്റെ തീരങ്ങളിലൂടെ, താഴ്വരകളിലൂടെ അങ്ങനെ അവർ നടന്നിങ്ങനെ വരികയാണ്. എന്താണ് അവർ നടന്നു വരുന്നതിന്റെ കാരണം? യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ആരാധന അർപ്പിക്കണം. അതിനുവേണ്ടിയാണ് വരുന്നത്. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണത വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ താഴ്ത്തുമ്പോൾ, മനസ്സുകളെ താഴ്ത്തുമ്പോൾ, വിനയപ്പെടുത്തുമ്പോൾ, കർത്താവ് കാണിച്ച വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആണ് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ, ആ വഴിയിലൂടെ പോകുവാൻ. പണ്ട് പിള്ളേരൊക്കെ ഇങ്ങനെ ഒരു ഉപദേശിയെ കളിയാക്കാൻ വേണ്ടി ഉപദേശിയോട് ചോദിച്ചു, ഉപദേശി നരകത്തിലോട്ട് പോകുന്ന വഴി ഏതാന്ന് ചോദിച്ചു. നരകത്തിലോട്ട് പോകുന്ന വഴി ഏതാന്ന് ചോദിച്ചു. ഉപദേശി ചില യുക്തിയുള്ള ഒരാളെന്ന്. അപ്പോൾ ഉപദേശി ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളിപ്പോൾ പോകുന്ന വഴിയെ കൂടെ അങ്ങ് പോയച്ചാൽ മതി, കുറച്ച് കഴിയുമ്പോൾ നരകത്തിൽ ചെല്ലുമെന്ന് പറഞ്ഞു. പോകുന്ന വഴിയിലൂടെ പോയാൽ നരകത്തിൽ ചെല്ലുമെന്ന് ഉപദേശി മറുപടി പറഞ്ഞു. പല പ്രിയപ്പെട്ടവർ പോകുന്ന വഴിയിലൂടെ പോയാൽ നരകത്തിൽ ചെല്ലുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടെ യേശുവിലേക്കുള്ള വഴി, വഴിയാകുന്നു, സത്യം ഇതാകുന്നു. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാകുന്നു എന്ന് പറയുന്നുണ്ട്. ആകുന്നു എന്ന് കർത്താവ് പറഞ്ഞ 7 പ്രസ്താവന, ഒരു പ്രസ്താവന, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ വാതായനമാകുന്നു, ഞാൻ വഴിയാകുന്നു, സത്യമാകുന്നു, ജീവനാകുന്നു. ആ യേശുവിലേക്ക് വിദ്വാൻമാരിങ്ങനെ വരികയാണ്. അവരിങ്ങനെ വന്നിട്ട് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ അവരിങ്ങനെ പ്രവേശിച്ചു. ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവന് വിടി. ഇടിനാദം പോലെ ആ ശബ്ദം ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ മുഴങ്ങിക്കേട്ടു. അവിടെ ഹേരോദ രാജാവ്, ആ മനുഷ്യൻ അദ്ദേഹത്തോടെ ചുറ്റിപ്പറ്റി, അങ്ങനെ പറയട്ടെ, ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഒക്കെ അദ്ദേഹത്തോട് ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ട്. ഈ ചോദ്യത്തിന് മറുപടി അവരല്ലേ പറയേണ്ടത്? ഉടനെ അവരോട് ചോദിച്ചു, മഹാപുരോഹിതന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി, ശാസ്ത്രിമാരെയൊക്കെ വിളിച്ചുകൂട്ടി അവരോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടാ പിറന്നെന്ന് ചോദിച്ചു. ഉടനെ എല്ലാവരും ശ്രദ്ധിക്കണം, ഉടനെ ഇതാ വേദപുസ്തകത്തിലെ ഒരു റെഫറൻസ് പുസ്തകമൊന്നും അന്നേരം ഇല്ല. പുസ്തകം അവരുടെ കൈ ചുരുളുകൾ കാണും, പുസ്തക ചുരുളുകൾ കാണും. ഉടനെ തന്നെ റെഫറൻസ് പറഞ്ഞു. മത്തായി സെക്ഷൻ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു. അവരുടനെ പറഞ്ഞു, ക്രിസ്തു ജനിക്കുന്നത് ബേത്ലഹേമിലാണെന്ന് പറഞ്ഞു. ബേത്ലഹേമിലാണ്. അതെ, യേശു ജനിക്കുന്നത് ബേത്ലഹേമിലായിരിക്കുമെന്ന് ഉള്ള തീർപ്പ് മീഖാപ്രവചനം 5-ന്റെ 2-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അത് ശ്രദ്ധിക്കണമേ. ക്രിസ്തു ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുൻപേ മീഖാപ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു എവിടെ ജനിക്കുമെന്ന്, എങ്ങനെ ജനിക്കുമെന്ന്, യെശയ്യാ 7-ന്റെ 14,
ജനനത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് യെശയ്യാ 9:6. അത് ജനനത്തിങ്കൽ ഉള്ള അനുഗ്രഹങ്ങൾ എന്തായിരിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 12:3. എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഉൽപ്പത്തി 3:15. അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഉടനെ ഇവര് കാണാപ്പാടം പറഞ്ഞു, യഹൂദിയിലെ ബേത്ലഹേമേ, യഹൂദ സഹസ്രങ്ങൾ നീ ചെറുതായിരുന്നാലും നിന്നിലൊരുവൻ ജനിക്കുമെന്ന് പറഞ്ഞു. നിന്നിലൊരുവൻ ജനിക്കും. അവർ പറഞ്ഞപ്പോൾ അത് ഹെരോദാവ് കേട്ടു. ഹെരോദാവ് കേട്ടിട്ട് പറഞ്ഞു, അത് നിങ്ങൾ വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ പോയി കണ്ടിട്ട് വരുമ്പോൾ ഇതുവഴി വരണമെന്ന് പറഞ്ഞു. പക്ഷെ ഹെരോദാവിൻ്റെ മനസ്സിലിരിപ്പ് അവിടെ ഒപ്പിയെടുക്കണം. മനസ്സിലിരിപ്പ് എന്തായിരുന്നു ചോദിച്ചാൽ, ഈ കൊട്ടാരത്തിൽ അല്ലാതെ വേറൊരു സ്ഥലത്ത് ഒരു രാജാവ് ജനിച്ചോ? അയാൾക്കൊരു കയ്പുള്ള പേര് അയാളിൽ ഉടനെ തന്നെ ഉണ്ടാകുകയാണ്, ഹെരോദാവിൽ ഉണ്ടാകുകയാണ്. ഇവിടെ ഈ രാജ്യത്ത് ഈ കൊട്ടാരത്തിലല്ലേ രാജാക്കന്മാർ രാജകുമാരിമാർ ജനിക്കുന്നത്? കൊട്ടാരത്തിലല്ലേ? ഇവിടെ അല്ലാതെ വേറെ സ്ഥലത്ത് ജനിക്കുമോ? ആ ഒരു ചിന്ത, വിരുദ്ധമായ ചില ചിന്തകൾ അയാളുടെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്, ഹെരോദാവിൻ്റെ മനസ്സിൽ വരികയാണ്. അത് പുറംമൂടി വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമസ്കരിച്ചിട്ട് വരുമ്പോൾ ഇതുവഴി വരണമെന്ന് പറഞ്ഞു. അയാളുടെ പ്രതികരണങ്ങൾ എതിരായിട്ടുള്ള പ്രതികരണങ്ങളാണ്. സാധാരണ പ്രതികരണങ്ങൾ സാധാരണ ജനങ്ങൾക്കൊക്കെയുണ്ട്. ചില ആളുകൾ എതിരായിട്ട് പ്രതികരിക്കുന്ന ആളുകളുണ്ട്. എതിരായിട്ട് നമ്മൾ സുവിശേഷം പങ്കിടുമ്പോൾ, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എതിരായിട്ട് പ്രതികരിക്കുന്ന ആളുകൾ, സുവിശേഷകന്മാരെ ബൂട്ട്സ് ഇട്ട് ചവിട്ടുന്ന ആളുകൾ, അവരുടെ മുഖത്തേക്ക് ടാറ്റുകൾ വലിച്ചെറിയുന്ന അങ്ങനെയുള്ള ആളുകൾ. റോമലേഖനം 10:15 കാണുന്നു, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരമെന്ന് കാണുന്നു. നഹൂമിന്റെ 15-ാമത്തെ വാക്യത്തിൽ അത് തന്നെ നമ്മൾ കാണുകയാണ്. എഫെസ്യർ 6:17 വാക്യത്തിൽ അത് തന്നെ നമ്മൾ കാണുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ എതിരായിട്ടുള്ളൊരു പ്രതികരണം നമ്മൾ കാണുകയാണ്. എതിരായിട്ടുള്ള പ്രതികരണങ്ങൾ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരാരും എതിരായിട്ട് പ്രതികരിക്കുന്നവരല്ല. എന്നാൽ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരുടെയും പ്രതികരണങ്ങളാണോ നമ്മുടെ പ്രതികരണങ്ങൾ? നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ അങ്ങനെ ഇരിക്കാതെ അവരൊരു സ്റ്റെപ്പ് വയ്ക്കുന്നില്ല. ഒന്നാമത്തെ പ്രതികരണം സാധാരണ പ്രതികരണമാണ്. രണ്ടാമത്തെ പ്രതികരണം എതിരായിട്ടുള്ള പ്രതികരണമാണ്. മൂന്നാമത്തെ പ്രതികരണം സാമട്ടിലുള്ള ഒരു പ്രതികരണമാണ്. എന്നാൽ നാലാമത്തെ പ്രതികരണമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. മത്തായി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവരവിടെ നിന്നും പുറപ്പെടുകയാണ്. അവരവിടെ നിന്ന് പോകുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുവാൻ പോകുകയാണ്. ക്രിസ്മസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വർഷിപ്പ് എന്നാണ് കേട്ടോ. ക്രിസ്മസ് പറഞ്ഞാൽ വർഷിപ്പ്. ക്രിസ്മസ് മീൻസ് വർഷിപ്പ് മീൻസ് ക്രിസ്മസ്. അങ്ങനെ വേണം പറയുവാൻ. അവരിങ്ങനെ വരികയാണ്. അവരെ പലവിധമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടിങ്ങനെ പോവുകയും അവരെ മുൻപോട്ട് നടത്തിയ ദൈവികമായിട്ടുള്ള ചിന്തകൾ എന്തെല്ലാമായിരുന്നു? ഒന്ന്, അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, ഒരു വിഷൻ കാഴ്ചപ്പാടുണ്ടായിരുന്നു. 2, അവർക്കൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. 3, അവർ ഒബ്സ്റ്റക്കിൾസ് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അവരിങ്ങനെ പോവുകയാണ്. 4-മതായിട്ടൊരു സാക്രിഫൈസിലേക്ക് അവരിങ്ങനെ വരികയാണ്. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ, പൊന്നുമോരു കുന്തിരുക്കം. മത്തായി 2:11. പൊന്നുമോരു കുന്തിരുക്കം കാഴ്ചവെച്ചു. ആരായത്? ഉന്നതാധികാരമുള്ള മന്നവൻ നീ എന്ന ധന്യർ. ആരായത്? പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചവൻ, ലോകം മുഴുവനും സൃഷ്ടിച്ചവൻ. ഉളവാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായ ശക്തിയുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ആ കർത്താവിൻ്റെ മുൻപിലേക്ക് വരികയാണ്. യേശുവിൻ്റെ മുമ്പിൽ വർഷിപ്പിക്കുന്ന അറിവോടുകൂടി ആരാധിക്കുന്നു. എന്താണ് അറിവ്? 3 അറിവുകൾ. 1, യേശുക്രിസ്തു പുരോഹിതനാണെന്നുള്ള അറിവ്. 2, യേശുക്രിസ്തു പ്രവാചകനാണെന്നുള്ള അറിവ്. 3, യേശുക്രിസ്തു രാജാവാണെന്നുള്ള അറിവ്. പൊന്ന് മൂരെ കുന്തിരിക്കം കാഴ്ചവെച്ചു. വർഷിപ്പ് വിത്ത് നോളജ്, വർഷിപ്പ് വിത്ത് ക്രിസ്മസ്.
യേശുക്രിസ്തുവിന് മുമ്പിൽ യേശുക്രിസ്തു പുരോഹിതനാണെന്നും പ്രവാചകനാണെന്നും രാജാവാണെന്നുള്ള അറിവോടുകൂടെ, വർഷിപ്പ് വിത്ത് സാക്രിഫൈസ് അറിവോടുകൂടെ, വർഷിപ്പ് വിത്ത് നോളജ് അറിവോടുകൂടെ, യേശുവിനെ അടയാളപ്പെടുത്തിയ 3 അടയാളപ്പെടുത്തലോടുകൂടെ യേശുവിന് മുമ്പിൽ ആരാധിക്കുകയാണ്. ആരാധിച്ചിട്ട് എന്ത് സംഭവിച്ചു? അവർ വേറെ വഴിയായിട്ട് പോയി. ഇന്ന് ഈ ആലോചന കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെയും വന്ന വഴിയിലൂടെയല്ല, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വഴിയിലൂടെ പോകുന്ന സകല വിശുദ്ധന്മാർക്കായിട്ട് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.